ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, സങ്കീർത്തനം 127:3 കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. കുഞ്ഞുങ്ങളില്ലാതെ കഴിയുന്ന ദമ്പതിമാർക്ക് കർത്താവിൻ്റെ ദാനമായ മക്കളെ സ്വീകരിക്കുവാനുള്ള വിശ്വാസവും കൃപയും ലഭിക്കുന്നതിനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയിൽ വിശ്വസിച്ചപ്പോൾ ഈശോ 5 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഒരു കുടുംബത്തിന് കുഞ്ഞുങ്ങളെ കൊടുത്ത ഒരു സാക്ഷ്യമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. 1 വർഷം മുമ്പ് ഇവരിങ്ങനെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ ഇവരിങ്ങനെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് ഹോസ്പിറ്റലിലൊക്കെ കയറി ഇറങ്ങി, പ്രത്യേകിച്ച് അവർക്കൊന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ നിൽക്കുമ്പോഴാണ് ഇവരെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി വിളിക്കുന്നത്. അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് ഒത്തിരി സന്ദേശങ്ങളിലൂടെയൊക്കെ ഇവരോട് സംസാരിച്ചു. ഇവർക്കത് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷമായി. അവസാനം ഇവരോട് പറഞ്ഞു, ഈശോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കുഞ്ഞുങ്ങളെ തരും, നിങ്ങളത് വിശ്വസിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. കാരണം ലൂക്ക 1:37 വചനം പറയുന്നുണ്ട്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. കാരണം ഇവർക്കൊരു കുഞ്ഞുങ്ങളെ കൊടുക്കുവാൻ ഈശോയ്ക്ക് ഒരു നിമിഷം മതി. ഏതായാലും ഇവർ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇന്ന് അവർക്കൊരു കുഞ്ഞിനെ കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴല്ലേ, കൗൺസിലിംഗ് ശുശ്രൂഷയ്ക്കും ധ്യാനത്തിനൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ശുശ്രൂഷകരിലൂടെ അച്ഛന്മാരിലൂടെയൊക്കെ നമ്മളോട് ഇങ്ങനെ സന്ദേശങ്ങൾ പറയും. എന്നാൽ പലരോടും ചില പേരുകളൊക്കെ പറയുമ്പോൾ അവരാദ്യമേ ഇങ്ങനെ ചോദിക്കുന്നത്, അവരെന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്തിട്ടാണോ എന്തെങ്കിലും ഇങ്ങനെ പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സന്ദേശങ്ങളിലൂടെ ചില പേരുകളൊക്കെ വെളിപ്പെടുത്തുമ്പോൾ അത് ഈശോ നമ്മളെപ്പറ്റി എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്, നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ട് എന്നൊക്കെ അടയാളങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ച് നമ്മളെ ഒന്ന് വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതാണ്. എന്നാൽ ചിലരോടൊക്കെ ഇത് പറയുമ്പോൾ അവരത് വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകും. അതങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ വന്നത് എന്നൊക്കെ ചിന്തിച്ച് പോകുന്ന പല വ്യക്തികളുമുണ്ട്. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ ഇവരോട് ഓരോ പറഞ്ഞ സന്ദേശങ്ങളും ഇവരത് സ്വീകരിച്ച് അവരത് വിശ്വസിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ ദൈവാനുഗ്രഹങ്ങൾ കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ നമ്മളത് ഉറച്ച് വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിട്ട് മാറുന്നത്. കർത്താവിന് ഒന്നും അസാധ്യമല്ല. നമ്മൾ സുവിശേഷത്തിൽ കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഒത്തിരി ദമ്പതിമാരെ പരിചയപ്പെടുന്നുണ്ട്. അബ്രാഹാം മുതൽ അവർക്കെല്ലാം ദൈവം കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിച്ചു. അവരെല്ലാം വിശ്വാസത്താലാണ് അനുഗ്രഹം പ്രാപിച്ചത്. പ്രിയപ്പെട്ട ദമ്പതിമാരായിട്ടുള്ളവരെ, കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ വിശ്വാസത്തോടു കൂടി, പ്രത്യേകിച്ച് ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് വിശുദ്ധ കുമ്പസാരമൊക്കെ നടത്തി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് വലിയ ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരും. കുഞ്ഞുങ്ങളെ കൊടുത്ത് ഈശോ അനുഗ്രഹിക്കും. പ്രത്യേകിച്ച് തോബിത്തിൻ്റെ 8-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളൊക്കെ വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരോടൊക്കെ ഈ ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അവർക്കെല്ലാം കുഞ്ഞുങ്ങളെ കൊടുത്ത് ഈശോ അനുഗ്രഹിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളില്ലാതെ കഴിയുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 127:3 കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. കർത്താവിൻ്റെ ദാനമായ മക്കളെ സ്വീകരിക്കുവാൻ, സ്വർഗം തരുന്ന സമ്മാനം സ്വീകരിക്കുവാൻ എല്ലാ ദമ്പതിമാരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥവും വിശുദ്ധ മിഖായേൽ ദൂതൻ്റെ സംരക്ഷണവും എല്ലാ കുടുംബങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.